അച്ഛൻ മരിച്ചുപോയി 1947. നരേന്ദ്രമോദിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1950. ഫസ്റ്റ് അവന്റെ സ്വന്തം അച്ഛന് കണ്ടുപിടിക്കട്ടെ. I'm so sorry. Please don't take it seriously. അതവിടെ തമാശയായിട്ട് just leave it. Thank you so much. Janmani Das, there is a question for you, and the question is, who is your father? ഈ ദാസ് ആണെന്നറിയാം. ഏത് ദാസ്? ഏത് ദാസ്? പൂച്ചാക്കൽ ദാസോ? അതോ കാലടി ദാസോ? അതോ അണ്ടിക്കടയിലെ ദാസോ? കശുവണ്ടിക്കടയിലെ ദാസ്? ഇവരിൽ ആരെങ്കിലും ആണോ? 3 ഓപ്ഷൻസ് ഉണ്ട്. തെരഞ്ഞെടുക്കാം. ജന്മണി ദാസ്, നിനക്ക് തെരഞ്ഞെടുക്കാം. പ്രിയപ്പെട്ടവരെ, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായം വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടപ്പുറേ ഹൈപ്പെന്ന് കണ്ടാൽ അതിലും അങ്ങോട്ട് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ജാൻമണി ദാസിലേക്ക് വരാം. എന്തായിരുന്നു ഉന്മേഷം അങ്ങ് ഡൽഹിയിലോട്ട് ചെല്ലാൻ? എല്ലാം കഴിഞ്ഞു. ഓക്കെ, എല്ലാം കഴിഞ്ഞു. നല്ല കാര്യം. നീ ഇവിടുന്ന് കെട്ടിയും പറക്കി അങ്ങോട്ട് പോയി. പക്ഷെ നീ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു ഡയലോഗുണ്ട് നമ്മുടെ മോദിജിയെ പറ്റിയേ. അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധം നിനക്കുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. വിദ്യാഭ്യാസം, വിവരം, ഇതിൽ ഏതെങ്കിലും ഒന്ന് നിനക്കുണ്ടോ? അല്ല, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിനക്കുണ്ടെങ്കിൽ നീ ഈ തെമ്മാടിത്തരം കാണിക്കില്ലായിരുന്നു. ജാൻമണി ദാസ് ഫുണ്ടക്കുട്ട, നിന്നെ വേറെന്തൊക്കെയോ വിളിക്കണമെന്നാണ് എനിക്ക്. ഞാൻ കൂടുതലൊന്നും വിളിക്കുന്നില്ലടാ ഫുണ്ടക്കുട്ട. നാട്ടുകാർ ഈ കമൻറ്റ് ബോക്സിൽ വിളിച്ചോളും. വിളിക്കണം കേട്ടോ. വിളിക്കാതെ പോകരുത്. കാരണം ഈ മോനാണോ മോളാണോ ഈ ഒരു ജന്തു, അങ്ങനെ വെക്കാം. ഈ ഒരു ജന്തു എനിക്ക് പണ്ടേ ഇതിനെ വലിയ താല്പര്യമില്ല. ഇതിൻ്റെ ആ ഒരു കാറ്റഗറി ഉണ്ടല്ലോ, അതിനോടും എനിക്ക് വലിയ താല്പര്യമില്ല. തുടക്കത്തിൽ തന്നെ ഞാൻ പറയും, ഇനി ആരൊക്കെ എന്നെ മറ്റേ കയറ്റാൻ വന്നാലും ഞാൻ പറയും ഇതെൻ്റെ പേഴ്സണൽ ഇഷ്ടമാണ്, എനിക്ക് താല്പര്യമില്ല. ഓക്കെ, താല്പര്യമില്ല. പിന്നെ എടാ ഫുണ്ടക്കുട്ട, നീയൊക്കെ ഇവിടെ കിടന്ന് ഈ തിളപ്പ് കാണിക്കുന്നത് ആ മനുഷ്യൻ ഇവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ്. നമ്മുടെ ട്രംപേട്ടായിയൊക്കെ ആയിരുന്നെങ്കിലുണ്ടല്ലോ അടിച്ചിറക്കി വിട്ടേനെ നിന്നെ. നീ ഇവിടെ കിടന്നുകൊണ്ട് ഈ കൊണ നിൽക്കത്തില്ല. ഓക്കെ, ആ മനുഷ്യനെ പറ്റി ഇവള് കഴിഞ്ഞ ദിവസം ഒരു സാധനം പറഞ്ഞു. അതിൻ്റെ മറുപടി നാട്ടുകാർ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലയിലും അവക്കെതിരെ കേസായെന്നൊക്കെയാണ് കേൾക്കുന്നത്. കുറച്ച് ഓട്. നീ ഡൽഹിയിലോട്ട് ഓടാൻ നിനക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നല്ലോ. ഇനി നീ എല്ലാ ജില്ലയിലും പോലീസ് സ്റ്റേഷനിൽ കയറി ഇറക്കണം. ഇവളെ അകത്തിടേണ്ട പരിപാടിയാണ് ഈ ഡാഡി ഇല്ലാത്ത ഏതോ ദാസേട്ടൻ്റെ മോളെന്നും പറഞ്ഞ് നടക്കുന്ന ഈ മോളാണോ ഈ ജന്തു കാണിച്ചു വെച്ചേക്കുന്നത്. ഇവിടെ പറഞ്ഞത് ഫസ്റ്റ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അതിനുശേഷം വന്നിരുന്ന് മാപ്പൊക്കെ അപേക്ഷിക്കുന്നുണ്ട്. എൻ്റെ മലയാളം ചെറിയായിട്ടുള്ള മലയാളം നിന്റെ മലയാളം അറിയത്തില്ലെങ്കിൽ മലയാളത്തിൽ തംതറിക്കാൻ നിൽക്കരുത്. മനസ്സിലായോ? കേരളത്തിൽ നിന്ന് കെട്ടി ഉള്ള മുംബൈയിലേക്ക് മുംബൈയിലേക്ക്. ഇവിടെ നിന്നെ വേണ്ട. മനസ്സിലായോ? ഇവിടെ നിൽക്കുമ്പോൾ അത്യാവശ്യം മലയാളം പഠിച്ചിരിക്കണം. വേണ്ട, മലയാളം പഠിച്ചിരിക്കണ്ട, വിവരക്കേട് വിളിച്ച് പറയാതിരിക്കുക. പിന്നെ ഇവക്ക് മലയാളം അറിയാതെ ഇവള് പറഞ്ഞാന്ന് ഇവള് പറയുമ്പോൾ ഇവളുടെ ദാസേട്ടൻ വിശ്വസിക്കും, നാട്ടുകാർ വിശ്വസിക്കത്തില്ല. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടേ, എന്നിട്ട് അവളുടെ മലയാളത്തിൻ്റെ കുഴപ്പമാണോ അതോ അവളുടെ നാക്കിൻ്റെ അവളുടെ മറ്റേ വേറെന്തിൻ്റെങ്കിലും കുഴപ്പമാണോ നിങ്ങൾ പറ. എൻ്റെ മുടിയുടെ ഒരു വാക്ക് എനിക്ക് നല്ല കോമഡി ആയിട്ട് തോന്നി. അച്ഛൻ മരിച്ചുപോയി 1947. നരേന്ദ്രമോദിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1950. ഫസ്റ്റ് അവന്റെ സ്വന്തം അച്ഛന് കണ്ടുപിടിക്കട്ടെ. ആ കോമഡി അല്ലേ? 3 വർഷം അമ്മ പ്രഗ്നന്റ് ഉണ്ടാവില്ലല്ലോ. കറക്റ്റ് അല്ലേ? ഞാൻ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കൂ. 3 വർഷം മുന്നേ അച്ഛൻ മരിച്ചു പോയിട്ട് 3 വർഷം കഴിഞ്ഞിട്ട് എൻ്റെ ജനിച്ചു പറഞ്ഞില്ലേ. പിന്നെ അമ്മക്ക് കാല് വാശിന്റെ വെള്ളം കുടിക്കണം. ഈ നാടകം കാണിക്കണം എൻ്റെ ആവശ്യം. ആൾക്ക് വിവരമില്ല. എന്നിട്ട് ഹായ് ഫ്രണ്ട്സ്, ആരാക്കല അവന്റെ ഫ്രണ്ട് രാത്രി വന്നിട്ട് ഹായ് ഫ്രണ്ട്സ്. പിന്നെ ഇവിടെ തമ്പാക്കു ഇങ്ങനെ അടിക്കുന്ന തമ്പാക്കു ഉണ്ടല്ലേ, ഇങ്ങനെ കയറുന്ന ആ തമ്പാക്കു അടിച്ചിട്ട് ഹായ് ഫ്രണ്ട്സ്. ആഗ്രഹം. ഈ കേരളത്തിലെ BJP പറ്റത്തില്ല, അത്രേ ഉള്ളൂ. എനിക്ക് ഇഷ്ടമില്ല. ഈ കേരളം നമ്മൾ എങ്ങനെ ഉണ്ടോ അങ്ങനെ മതി. ഈ കുട്ടികളൊക്കെ നിങ്ങളുടെ അടുത്തിരിപ്പുണ്ടെങ്കിൽ ഒന്ന് പിള്ളേരെ മാറ്റിയിരുത്തണേ, ഒന്ന് മാറ്റിയിരുത്തി. അല്ലെങ്കിൽ നിങ്ങളൊരു ഹെഡ്സെറ്റ് വെക്കണേ. എന്നിട്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. വേറൊന്നും കൊണ്ടല്ല, ഈ തന്തയില്ലാത്തവക്കാണോ മലയാളം അറിയത്തില്ല എന്ന് പറയുന്നത്? നിങ്ങൾ വിശ്വസിക്കുക. അത് എനിക്ക് വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. മലയാളം അറിയാത്ത ഒരാൾ ഇത്രയും സാധനം പറയുമോ? ഇല്ലല്ലോ. പിന്നെ എടാ പുന്നാര ജന്തു, മോളെ എന്നൊക്കെ വിളിച്ച് സ്ത്രീകളെ, ചേച്ചിമാരെ, പെങ്ങന്മാരെ ക്ഷമിക്കുക. പെങ്ങന്മാരെ എന്നോട് ക്ഷമിക്കുക.
ഓക്കെ, ഈ ജന്തു അറിയാതെ ഇടയ്ക്ക് മോളേന്ന് വന്ന് കയറിപ്പോവും, ക്ഷമിക്കുക. അപ്പൊ ഈ ജന്തു, ഈ നികൃഷ്ട ജന്തു, ഈ ജന്തു ഒരു കാര്യം ചോദിച്ചോട്ടെ, നീ പറഞ്ഞല്ലോ 1947 പുള്ളിയുടെ അച്ഛൻ മരിച്ചു പോയെന്ന്. ആരാ പറഞ്ഞ നിന്നോട്? നിന്റെ അണ്ടിക്കടയിലെ ദാസേട്ടൻ പറഞ്ഞോ? പറഞ്ഞോ പുള്ളിയുടെ അച്ഛൻ 1947 മരിച്ചു പോയെന്ന്? ഞാനൊന്ന് അന്വേഷിച്ചപ്പോഴത്തേക്ക് ഞാൻ അറിഞ്ഞൊരു കാര്യം, തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ അന്വേഷിച്ചപ്പം ഈ ഫുണ്ട പറഞ്ഞ കണക്ക് 1947 അദ്ദേഹം മരിച്ചിട്ടില്ല. ഞാൻ വായിച്ചു തരാം. കുണ്ട്രൻ മണിയുടെ അറിവിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിതാവ് ദാമോദർ ദാസ് മൂൽചന്ദ് മോദി 1989 അന്തരിച്ചത്. പിതാവിന്റെ മരണം ബോൺ ക്യാൻസർ, അസ്ഥി ക്യാൻസർ ബാധിച്ചായിരുന്നു. അന്ത്യം. പ്രായം മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിന് 74 വയസ്സ് പ്രായമുണ്ടായിരുന്നു. കുണ്ടൻമണിയുടെ കണ്ടുപിടുത്തം 1947 പ്രധാനമന്ത്രിയുടെ അച്ഛൻ മരിച്ചു, പിന്നെ 3 വർഷം കഴിഞ്ഞാണത്രേ മോദി ജനിച്ചത് എന്നൊരു സാധനമാണ് ഇവള് പറഞ്ഞത്. കേട്ടല്ലോ, ഞാനായിട്ട് പറഞ്ഞതല്ല, ഈ ഫുണ്ട പറഞ്ഞതാണ്. പ്രത്യേകിച്ച് എനിക്കൊരു പൊളിറ്റിക്കൽ പാർട്ടിയോടും വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. ഇന്നത്തെ ഈ ഒരു കാലത്ത് എനിക്ക് താല്പര്യമില്ല. ഉണ്ടായിരുന്നു ഒരു പാർട്ടിയോട്, ആ പാർട്ടിയോ അല്ലെങ്കിൽ ആ പാർട്ടിയുമായി ബന്ധപ്പെട്ടൊരു വ്യക്തിയോ അല്ല ബഹുമാനപ്പെട്ട നരേന്ദ്ര മോദി ജി. പുള്ളി അത്ര വലിയ മഹത് വ്യക്തിയാണെന്നോ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ പ്രൈം മിനിസ്റ്റർ ആണ് ഇന്ത്യയുടെ. ആ മനുഷ്യൻ ഉള്ളത് കൊണ്ടാണ് ഈ ഫുണ്ടയൊക്കെ ഇവിടെ കിടന്ന് ഈ ഫുണ്ട ഡാൻസും കളിച്ച് നടക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതിനെയൊക്കെ ഈ നാട്ടിലെ ഓടിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇങ്ങനത്തെ ഐറ്റങ്ങൾ വേണ്ട ഇവിടെ. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. അങ്ങനെ വേണം എന്ന് ഞാൻ നിർബന്ധം പിടിക്കില്ല. പക്ഷെ എൻ്റെ ആഗ്രഹം എനിക്ക് പറയാലോ, എൻ്റെ ആഗ്രഹം അതാ. ഇങ്ങനത്തെ ഫുണ്ടകൾ വേണ്ട. എന്തിനാ ഇങ്ങനത്തെ ഫുണ്ട വർത്താനങ്ങൾ പറയാനോ? മോളെ നീ, സോറി ജന്തു, നിന്റെ ദാസേട്ടൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും സേഫായിട്ട് കയറി ഇരുന്നോറാൻ പറ. ഇല്ലെങ്കിൽ നിന്റെ ഉണ്ടാക്കിയ ഐറ്റമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കാലിൽ വലിച്ചെറിയും. നീ എവിടെയാ? നീ ഒളിവിലാണെന്നൊക്കെ കേട്ടല്ലോ. നീ കേരളത്തിനെ ഉണ്ടാക്കാൻ വരണ്ട. ഇവിടെ കേരളത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ പിള്ളേർ എന്ത് ചെയ്യുമെന്ന് കണ്ടറിയാം. കാരണം ചെറിയ കാര്യമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് വന്നിരുന്ന് മാപ്പ, അയ്യോ എനിക്ക് മലയാളം അറിയത്തില്ലായിരുന്നേ, എനിക്ക് ദാസേട്ടൻ്റെ അണ്ടിക്കട മാത്രമേ അറിയത്തുള്ളായിരുന്നേ എന്ന് പറഞ്ഞ് ഇവള് കുറച്ച് കഥ പറയുന്നുണ്ട്. നമുക്ക് അത് കേൾക്കാം, എന്നിട്ട് ബാക്കി. എന്റെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് പ്രശ്നം ആയിപ്പോയി. അതെനിക്ക് സത്യം പറഞ്ഞില്ല, എനിക്ക് അറിയത്തില്ല. ഞാനൊരു കോണ്ടന്റ് അവിടെ നോർത്ത് ഇന്ത്യയിലെ ഡൽഹിയിലെ, ഇത് നമ്മളുടെ ഇവിടെ തന്നെ അല്ല, ഡൽഹിയിലെ ഒരു കോണ്ടന്റ് കണ്ടിട്ട് ഞാൻ എനിക്ക് മീഡിയ ചോദിക്കുന്ന ടൈമിൽ അത് പെട്ടെന്ന് നമ്മൾ സംസാരിച്ചിട്ട് ഞാൻ വീഡിയോയുടെ കാര്യം ഞാൻ പറഞ്ഞു. സോ എനിക്ക് മീഡിയാസ് ചോദിച്ചപ്പോൾ ഞാനങ്ങ് സംസാരിച്ചു, ഞാനങ്ങ് പറഞ്ഞു. എടി മീഡിയാസ് പൊക്കി കാണിക്കാൻ പറഞ്ഞാൽ നീ പൊക്കി കാണിക്കുമോ? കാണിക്കുമോ നീ? അല്ല പറ നീ. മീഡിയാസ് ചോദിച്ചപ്പോൾ ഞാനങ്ങ് പറഞ്ഞു. എന്താ നീ പറഞ്ഞതെന്ന് നിനക്ക് വല്ല ധാരണയുണ്ടോ? ഇവിടുത്തെ പ്രൈം മിനിസ്റ്ററിന്റെ ഫാദറിനെ പറ്റിയിട്ടാണ് നീ പറഞ്ഞിരിക്കുന്നത്. പ്രൈം മിനിസ്റ്ററിനെയും അദ്ദേഹത്തിന്റെ ഫാദറിനെയാണ് നീ പറഞ്ഞിരിക്കുന്നത്. ചെറിയ കളിയല്ല. അതുകൊണ്ടാണല്ലോ വന്നിരുന്ന് തേമ്പി മോങ്ങുന്നത്. ഫ്രണ്ട്സ് ഒക്കെ വിളിച്ചു പറഞ്ഞെന്നാ പറയുന്നത്. ഫ്രണ്ട്സ് ഇവക്കൊണ്ടല്ലേ ഫ്രണ്ട്സൊക്കെ ബോധമില്ലാത്ത. അല്ലെങ്കിൽ ഇവിടെ എന്തിനു വിളിച്ചു പറയണോ? ഇവിടെയൊക്കെ പിടിച്ച് അപ്പോഴേ പോലീസ് സ്റ്റേഷനിലേപ്പിക്കുക ചെയ്യേണ്ടത്. ചിലപ്പോ എന്റെ മലയാളം രീതി പറയുന്നത് അത് ശരിയാവട്ടില്ല. അതന്നെയാണ് കാരണം. പിന്നെ അത് ഞാൻ മോർണിംഗ് വോക്കില് ഇറങ്ങി. സോ എനിക്ക് കുറെ ത്രെറ്റനിങ് കോൾ മോർണിംഗ് മുതൽ വന്ന് തുടങ്ങുന്നത് എനിക്ക് കാര്യം മനസ്സിലായിട്ടില്ല. അത് കഴിഞ്ഞിട്ട് കുറെ മെസ്സേജസ് വന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് കണ്ടിട്ട് എന്റെ കുറെ ഫാൻസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് ജാൻബ എങ്ങനെയാണ്, ഇതാ ശരിയില്ലതാണ്, ഇത് ഭയങ്കര പ്രശ്നമാണ് പറഞ്ഞിട്ട് ഞാൻ അപ്പൊ തന്നെ അത് വീഡിയോ ഞാൻ എന്താ പറയുക കൊടുക്കുന്ന ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഞാൻ അത് മൊത്തം ഡിലീറ്റാക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നെ ഞാൻ എന്താ ചെയ്യാൻ എനിക്കായിട്ടില്ല. കാരണം എനിക്ക് കുറെ ത്രെറ്റനിങ് കോൾസ് മീൻസ് കുറെ ഫ്രം സൗദി അറേബ്യ, അബുദാബി and from India, from Kerala, from everywhere it was coming. So എനിക്ക് സെക്ടറിൽ എനിക്ക് ആരൊക്കെ ഹേർട്ട് ആക്കുന്ന വേണ്ടിയല്ല. ഞാൻ ബേസിക്കലി നമ്മളുടെ PM-ക്ക് ഞാൻ ശരിക്കും അത് അമ്മയുടെ വേണ്ടിയല്ല. ഞാൻ I was just asking how can one person can become 3 years pregnant. That's what one question I was asking. സൗദി അറേബ്യ എന്ന് വരെ വന്നു ഈ ജന്തുവിന്. ഒന്ന് ആലോചിക്കണം നിങ്ങൾ. അബുദാബി, കേരളത്തിൽ മോളെ വരും. നീ ഇങ്ങോട്ട് ഇനി വരല്ലേ ജീവി, ഇങ്ങോട്ട് വരല്ലേ നീ വല്ല മറ്റേ ഹാർപ്പിക്കിന്റെ പരസ്യത്തിനകത്ത് മറ്റേ ഒഴിച്ചിട്ട് കൊന്നുകളയുന്നില്ലേ, എനിക്ക് അതുപോലെ നിന്നെ തോന്നുന്നുള്ളൂ. ആ സാധനമാണ് നീ, കൃമി കീടം. മനസ്സിലായോ? മീഡിയക്കാരെ കണ്ടപ്പോൾ ഇപ്പോഴും പണ്ട് കുറെ ആയല്ലോ ജന്തു. നീ കുറെ ആയല്ലോടാ ഫുണ്ടേ.
കുറെ ആയല്ലോ നീ ഈ സാധനം പറയുന്നത്, മലയാളം അറിയത്തില്ല, അതുകൊണ്ട് പറ്റിപ്പോകുന്ന എന്ത് താന്തയിലായക വിളിച്ച് പറഞ്ഞാലും അവസാനം പറയുന്നത് മലയാളം അറിയത്തില്ലെങ്കിൽ മിണ്ടാതെ പൊത്തിയിട്ടിരിക്കണം. മനസ്സിലായോ? അല്ലാതെ കവച്ച് വെച്ചോണ്ട് പറയാൻ ഇറങ്ങരുത്. അപ്പം നാട്ടുകാരെടുത്ത് വെച്ച് നിന്നെ താങ്ങും. തുടങ്ങിയതേ ഉള്ളൂ, ഞാൻ കണ്ടില്ല ആരും ഈ ഒരു വിഷയം റിയാക്ട് ചെയ്ത് ഞാൻ കണ്ടില്ല കേട്ടോ. തുടങ്ങും ഇനിയിപ്പം ഒരു സൈഡിൽ നിന്ന്. പൊന്നും ജീവി, കേരളത്തിൽ നിന്നെ കണ്ട എവിടെങ്കിലും ഫ്രണ്ടിൽ കിട്ടിയ ഒരു കല്ല് നിന്റെ നെറ്റിക്കുള്ളതാ, ഡെഫിനറ്റ്. അത് വേറൊന്നും കൊണ്ടല്ല, ഇങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് നിന്നെ പോലുള്ള സാധനങ്ങളെ എനിക്ക് ഈ ഡാഡി ഇല്ലാത്ത വർത്താനമൊക്കെ നീയൊക്കെ പറയത്തുള്ളൂ. അതുകൊണ്ടാണ് നിന്നെയൊക്കെ എനിക്ക് പിടിക്കാത്തത്. പിന്നെ നീയൊക്കെ എന്തോ വലിയ മറ്റേടത്തെ not to the Modi ji, that was I'm asking that about this content, and that one's become like very much viral and people are very much angry, and I never thought like I want to hurt anybody because I really don't want to hurt anyone, and എനിക്ക് എന്റെ കയ്യിലേക്ക് എന്തെങ്കിലും തെറ്റപ്പറ്റുന്നുണ്ടെങ്കിൽ obviously I'm so sorry. എനിക്ക് പബ്ലിക്കലി ഞാൻ അപ്പോളജൈസ് പറയുന്നുണ്ടോ, കാരണം എനിക്ക് ഒരു ചെറിയ കുട്ടി വിചാരിച്ചു നിങ്ങൾ ക്ഷമിക്കണം, കാരണം ഇതിന്റെ മേലിലേക്ക് എനിക്ക് പറയാനോ ഒന്നുമില്ല, അതുണ്ടാവില്ല. പിന്നെ അപ്പൊ ഞാൻ പ്രശ്നം വന്ന് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോയി ആരൊക്കെ അയച്ചു കൊടുത്ത് നോക്കിയിട്ട് ആ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് അത് മൊത്തം കോണ്ടന്റ് ഓൾറെഡി ഡിലീറ്റ് ആയി. അതെനിക്ക് ഇങ്ങനെ പിന്നെ ഞാൻ ഓപ്പൺ ആക്കാൻ പറ്റത്തില്ല. അപ്പോഴും അവള് പറഞ്ഞു കേട്ടോ, ഐ ഡോണ്ട് വാണ്ട് ടു ഹേർട്ട് എനി വുമൺ എന്ന്. എടീ ഫുണ്ടേ, പ്രൈം മിനിസ്റ്ററിന്റെ അദ്ദേഹത്തിന്റെ പിതാ പറയാൻ തന്നെ എനിക്ക് എന്തോ പോലെ. അവളെ വുമണ്ണെ, അതായത് പുള്ളിയുടെ അമ്മയെ മാത്രം അയ്യോ അവരെ ഹേർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടല്ല എന്ന്. അപ്പം അവളുടെ ആ വ്യക്തിയുടെ അച്ഛനെ നീ ഹേർട്ട് ചെയ്തെന്ന് നിനക്ക് തോന്നുന്നില്ലെങ്കിൽ ആ വ്യക്തിയെ നിനക്ക് ഹേർട്ട് ചെയ്തതായിട്ട് തോന്നുന്നില്ലേ? എനിക്ക് വേറെ എന്തൊക്കെയോ എൻ്റെ വായിൽ നിന്ന് വരുന്നുണ്ട്, ഞാൻ കൺട്രോൾ ചെയ്യുകയാണ്. നീ എങ്ങനെ ഉണ്ടായി? അതാണ് എൻ്റെ ചോദ്യം. നീ എങ്ങനെ ഉണ്ടായി? നീ ഒന്നും ഉണ്ടാവേണ്ട ഐറ്റമൊന്നും അല്ല. ഉണ്ടായതുകൊണ്ട് എന്തായാലും നിന്റെ വീട്ടുകാർക്ക് നാണക്കേടാ, ഈ കോലം കെട്ടി നടക്കുന്നുണ്ട്, അത് ഉറപ്പാ. കൂടാതെ നാട്ടുകാർക്കും തലവേദന. എന്നിട്ട് അവർക്ക് മലയാളം അറിയത്തില്ല. എന്നിട്ട് പോടി ജീവി, ഇറങ്ങി ഇവിടുന്ന് നീ ഇവിടുന്ന് ഇറങ്ങി പോവും. നിന്നെ ആരെങ്കിലും ഇവിടെ പിടിച്ച് നിർത്തി അയ്യോ ഇവിടെ കേരളത്തിൽ നിൽക്കും, ഇവിടെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഇല്ല, നീ ഉണ്ടെങ്കിൽ ഇവിടെ എല്ലാം അങ്ങ് നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് ആരെങ്കിലും ഇവിടെ നിർത്തിയോ? ഒന്ന് പൊക്കൂടെ ഇവിടുന്ന്? അവർക്ക് മലയാളം അറിയത്തില്ല, 2-3 വർഷമായി ഈ വർത്താനം പറഞ്ഞിട്ട് കിടന്ന് തിളയ്ക്കുന്നവള്. സോ അതിനെ കാരണം പിന്നെ എനിക്ക് ഞാൻ ഗൂഗിളിൽ പോയിട്ട് എല്ലാവരും പറഞ്ഞ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യുന്ന പറഞ്ഞിട്ട് ഞാൻ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്ത് എനിക്ക് മനസ്സിലായത് ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. സോ ഇറ്റ് ഇസ് മൈ മിസ്റ്റേക്ക് ബിക്കോസ് ഐ ഡിഡ്ന്റ് ചെക്ക് ബിഫോർ ഐ വാസ് ഗിവിംഗ് എനി സ്റ്റേറ്റ്മെന്റ്. സോ എനിക്ക് വളരെ വിഷമം വന്ന പിന്നെ ഞാൻ നോക്കിയിട്ട് അനുസരിച്ച് അത് ഞാൻ ലേറ്റ് ആയിട്ട് ഉണ്ടെങ്കിലും ഞാനൊരു വീഡിയോ ഇടാൻ വിചാരിച്ചിട്ടുണ്ട്. കാരണം നമ്മളെ ഒരു അൺവാണ്ടഡ്ലി ഐ ഡോണ്ട് വാണ്ട് ടു ഹേർട്ട് എനി വൺ ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഡെലിബറേറ്റ്ലി ഞാൻ ചെയ്യുന്ന പോലെ അല്ല. ഇറ്റ് വാസ് ജസ്റ്റ് റാൻഡംലി സംസാരിച്ച് അതാണ് അതിലെ ഈ കാര്യം വന്നത്. പക്ഷെ അത് പോസ്റ്റ് എങ്ങനെ ഫേസ്ബുക്കിൽ എവിടെയാ പോയി അതെനിക്ക് കംപ്ലീറ്റ്ലി അറിയത്തില്ല. കാരണം ഞാൻ ഫേസ്ബുക്ക് നോക്കാറില്ല. പിന്നെ ഷൂട്ടിങ്ങിന്റെ കാരണം ഞാൻ ഫോണിൽ കണ്ടിട്ടില്ല. പക്ഷെ എനിക്ക് കുറെ കോൾസ് വന്ന് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായി ദിസ് ഇസ് ലൈക്ക് വെരി ബാഡ് തിങ്സ് ഈസ് ഗോയിങ് ഓൺ. സോ ദാറ്റ്സ് വൈ ഐ എം റിയലി സോറി. സോ എന്റെ ഫ്രണ്ട്സ് മാത്രമല്ല എല്ലാവർക്കും മീൻസ് എല്ലാവർക്കും ഞാൻ ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ എം സോ സോറി. ഫോർ പ്ലീസ് ഡോണ്ട് ടേക്ക് ഇറ്റ് സീരിയസ്ലി. അതവിടെ തമാശായിട്ട് ജസ്റ്റ് ലീവ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. പ്ലീസ് ഡോണ്ട് ടേക്ക് ഇറ്റ് സീരിയസ്ലി അല്ലേ? തന്തയുണ്ടോ നിനക്ക്? തന്ത ഉണ്ടോ? അങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ടോ നിനക്ക്? എനിക്ക് തോന്നുന്നില്ല. പ്ലീസ് ഡോണ്ട് ടേക്ക് ഇറ്റ് സീരിയസ്ലി എന്ന്. അവളുടെ തെറ്റല്ല, നമ്മുടെയൊക്കെ തെറ്റാ കേട്ടോ. ആ വീഡിയോ ഇങ്ങനെ ഷെയർ ചെയ്യുന്നതും അതൊക്കെയാണ് തെറ്റ്. അവൾ പറഞ്ഞത് തെറ്റല്ല. അവൾക്ക് മലയാളം അറിയത്തിലുള്ള പാവം തുക്കുട് വാവ. എടി പോയി വല്ല പാല് കച്ചവടം ചെയ്തിരിക്കും, വല്ല പാല് കച്ചവടം. നിനക്കതാ പറഞ്ഞിട്ടുള്ളത്. അല്ല നീ മേക്കപ്പൊക്കെ ഇവളുടെയൊക്കെ എൻ്റെ പൊണ്ണ് രഞ്ജിനി കടൽ താസേ എന്തായാലും കിട്ടുന്നുണ്ട്. നീ എന്താ വലിയ നന്മ ചെയ്താണൊക്കെയാണ് ഇവിടെ കുറെ എണ്ണം നിന്നെ പൊക്കിക്കൊണ്ട് കിടക്കുന്നത്. അങ്ങനെ വലിയ നന്മയായിരുന്നെങ്കിൽ ഇവിടെ നിനക്ക് ചെയ്യാൻ കുറെ കാര്യങ്ങളുണ്ട്. അതിനകത്തോടൊന്നും നിന്റെ കണ്ണു പോകത്തില്ലല്ലോ. നിനക്ക് അങ്ങ് ഡൽഹിയിലല്ലേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. നല്ല കാര്യം ഉണ്ടാക്കിക്കോ, തെറ്റൊന്നും പറയുന്നില്ല. പക്ഷെ ഇവിടെയും കൂടെ ഉണ്ട് നിന്റെ മറ്റേടത്തെ കൂട്ടുകാരി, നിന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ്. ഈ തന്തയില്ലായ്മയ്ക്ക് നീ എന്തായിരിക്കും? ഇതിനെന്തായിരിക്കും ന്യായീകരിക്കാൻ പോകുന്നത് നീ? അയ്യോ അവക്ക് മലയാളം അറിയില്ലായിരുന്നല്ലോ, അതുകൊണ്ട് പട്ടിപ്പോയതാണോ? അങ്ങനെ വല്ലതും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊണ്ണ രഞ്ജിനി ഹർദാസെ നീ തീർന്ന്. മനസ്സിലായോ? ഇപ്പൊ അവക്ക് മാത്രമേ ഉള്ളൂ കേരളത്തിൽ കാല് കുത്താൻ പറ്റാത്ത ഒരവസ്ഥ വരാൻ പോകുന്നത്. നാളെ നിനക്കും അത് പറ്റും. ഇവളൊന്നും വേണ്ട ഇവിടെ.
ഇവളൊന്നും വേണ്ട ഇവിടെ. എന്തിനാ ഇവളൊക്കെ ഇങ്ങനെ? എന്തിന്? ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഈ പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ ബിയോണ്ട്.